ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തേക്കാൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് എഫേർട്ട് കൊടുക്കുന്ന ഒരാളാണോ? അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരിക്കലും റിട്ടേൺ ബെനിഫിറ്റ് ആഗ്രഹിച്ചു കൊണ്ടാവരുത്. അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ കൂടുതൽ ദുഃഖത്തിലാഴ്ത്തും. എങ്ങനെയെന്നല്ലേ, നമ്മളോട് അടുപ്പമുള്ളവർ അവർ ആ സമയത്ത് ആ സ്ഥലത്ത് അതല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫംഗ്ഷനുകളിൽ അവർ ചിലപ്പോൾ പ്രസൻ്റായിട്ടില്ലായിരിക്കാം. ബട്ട് അവർ അടുപ്പമുള്ള നമ്മോട് വിളിച്ചു പറയുമ്പോൾ നമ്മൾ അത് ഭംഗിയായി ആ ഒരു കർത്തവ്യം, നമ്മളിൽ ഏൽപ്പിച്ച കർത്തവ്യം ഞങ്ങൾ ഭംഗിയായിട്ട് അത് നിർവഹിക്കും. പക്ഷേ ഒരു നാൾ ഒരു സെയിം സാഹചര്യം നിങ്ങളുടെ മുന്നിലും എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ വിളിച്ചു പറയുന്നത് നിങ്ങൾക്കടുപ്പമുള്ളവരോടായിരിക്കും. പക്ഷേ അവർക്ക് ഒരുപാട് അവരുടേതായിട്ടുള്ള ന്യായങ്ങൾ നിരത്തി നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഒരു കാര്യം നിങ്ങൾ പോലും അറിയാണ്ട് ഒരു ചോദ്യചിഹ്നമായിട്ട് വന്നു നിൽക്കുന്ന ഒരു സാഹചര്യം. എനിക്കുമുണ്ടായിരുന്നില്ലേ ഒരുപാട് തടസ്സങ്ങളും സാഹചര്യങ്ങളും? എന്നിട്ടും അതൊന്നും ഞാൻ ഒട്ടും വകവെക്കാണ്ട് ഞാൻ അത് കൃത്യമായി നിർവഹിച്ചില്ലേ? എന്നിട്ട് എന്താ എനിക്കൊരു സാഹചര്യം വന്നപ്പോൾ ആരും അത് മനസ്സിലാക്കാത്തത്? അവിടെ നിങ്ങൾ തളർന്നു പോകും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന ഉപകാരങ്ങളിൽ നിങ്ങൾ ഒരിക്കലും റിട്ടേൺ ബെനിഫിറ്റ് ആഗ്രഹിച്ച് ഒന്നും ചെയ്യരുത്. നിങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സുക്കൂൺ, സംതൃപ്തി, സമാധാനം, അത് മാത്രം ആഗ്രഹിക്കുക. ഈ ന്യായങ്ങൾ നിരത്തുന്നവർ നിങ്ങളിടയിലും ഉണ്ടെങ്കിൽ നിങ്ങളോടായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ന്യായങ്ങൾ നിരത്തുന്നതിന് മുമ്പ് നിങ്ങൾ പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കി നിങ്ങൾക്ക് കടന്നുപോയ ദിവസങ്ങളും നാളുകളും ഓർക്കുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ അവർ ചെയ്തു തരുന്ന ഉപകാരങ്ങൾക്ക് ജസ്റ്റ് ഒരു റിട്ടേൺ മെസ്സേജ്, ഒരു കോൾ ചെയ്ത് നന്ദി പറയുന്നത് നല്ലതായിരിക്കും.